ഒന്ന് കാണാൻ ആശയുണ്ട് എന്നു കാണും മേഘവാനിൽ, കൊണ്ടുവരാനൊന്നുമില്ല നാഥ. ജീവിതമാണെന്നും എൻ്റെ യാഗം. വന്നു കാണാൻ ആശയുണ്ട് എന്നു കാണും മേഘവാനിൽ, കൊണ്ടുവരാനൊന്നുമില്ല നാഥ. ജീവിതമാണെന്നും എൻ്റെ യാഗം, ജീവിതമാണെന്നും എൻ്റെ യാഗം. സ്നേഹിപ്പാനാരുമില്ല നോർത്തു കരഞ്ഞ നേരം, സ്നേഹിതർ നൽകിയ മുറിവിൽ പിടഞ്ഞ നേരം. സ്നേഹിപ്പാനാരുമില്ല നോർത്തു കരഞ്ഞ നേരം, സ്നേഹിതർ നൽകിയ മുറിവിൽ പിടഞ്ഞ നേരം. കരളലിഞ്ഞെന്നെ ദിവ്യ കരത്തിലണച്ച നാഥ, കരളലിഞ്ഞെന്നെ ദിവ്യ കരത്തിലണച്ച നാഥ. പകരമായെന്തു ഞാൻ നൽകും, പകരമായെന്തു ഞാൻ നൽകും. വന്നു കാണാൻ ആശയുണ്ട് എന്നു കാണും മേഘവാനെ, കൊണ്ടുവരാനൊന്നുമില്ല നാഥ. ജീവിതമാണെന്നും എൻ്റെ യാഗം, ജീവിതമാണെന്നും എൻ്റെ യാഗം. ധന്യനായ കർത്താവിന്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണെങ്കിൽ നല്ല വിശുദ്ധ പകൽവേളയിൽ കർത്താവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ കർത്താവ് ഒരുക്കി തന്ന വിലപ്പെട്ട സന്ദർഭത്തിനാൽ ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിത ദൈവത്തിനും കുടുംബത്തിനും കടന്നു വന്ന എല്ലാ വാത്സല്യ സഹോദരങ്ങൾ, ഞങ്ങൾ കർത്താവിനെ വളരെ സ്നേഹിക്കുന്നതായ പ്രിയ ക്രിസ്ത്യാൻ കുടുംബം എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്ത് കടന്നു വന്ന ഒരു വിശുദ്ധ പകൽക്കാലം ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം നൽകിയതായ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിതമായ നല്ല സഹായകത്തിനായി കർത്താവിനെ സ്തോത്രം അർപ്പിക്കുന്നു. ദൈവത്തിലൂടെ നല്ല ശ്രേഷ്ഠമേറിയ ആലോചന നമ്മളെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പകർച്ചവ്യാധികൾ ദേശത്തെ പടർന്നു പിടിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ നമ്മെ മറയ്ക്കുന്നത് കൊണ്ടാണ് ദൈവം നമ്മെ പരിപാലിക്കുന്നത്. ആ സങ്കീർത്തന ഭാഗത്തിൽ തന്നെ നമ്മെ വളരെ ടച്ച് ചെയ്ത ഒരു വേദഭാഗം ഇങ്ങനെയാണ് കാണുന്നത്: അത് നിന്നോട് അടുത്തു വരികയില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര അനർത്ഥങ്ങൾ നടന്നാലും, എത്ര പ്രതിസന്ധികൾ വന്നാലും, എത്ര പകർച്ചവ്യാധികൾ പിടിപെട്ടാലും പരിശുദ്ധനായ ദൈവം പറയുകയാണ്, അത് നിന്നോട് അടുത്തു വരികയില്ല. ഇന്ന് പകൽക്കാലം എത്രവർക്ക് ധൈര്യത്തോടെ പറയുവാൻ സാധിക്കും, അത് എന്നോട് അടുത്തു വരാത്തത് എന്റെ മിടുക്ക് കൊണ്ടല്ല, എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ കുലീനത കൊണ്ടല്ല, എന്റെ കുടുംബശ്രേഷ്ഠത കൊണ്ടല്ല, മറിച്ച് എന്റെ തമ്പുരാന്റെ കരുണ കൊണ്ട് മാത്രം. പ്രൈസ് ദി ലോർഡ്. വളരെ ചുരുങ്ങിയ നിമിഷത്തിനുള്ളിൽ ഒരു ആലോചന നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടിരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മുടെ ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവാണ്. ഇന്ന് എല്ലാവർക്കും അനുഗ്രഹം ഹോൾസെയിലായിട്ട് കച്ചവടമാണ്. എന്റെ ദൈവം അനുഗ്രഹിക്കുന്നവനല്ലെന്ന് ഞാൻ പറഞ്ഞു. നേരോടെ നടക്കുന്നവർക്ക് നന്മയൊന്നും മുടക്കാത്തവരാണ് എന്റെ കർത്താവ്. പക്ഷെ ഈ ലോകത്തിലെ നന്മയല്ല നമ്മുടെ വിഷയം, നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. മുമ്പേ നമ്മൾ പാട്ട് പാടിയപ്പോൾ എന്റെ ഹൃദയത്തിൽ വന്ന ഒരു ദൈവിക ദൂതാണ്. ആകാശ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. സ്തോത്രം. പക്ഷെ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിലുള്ള യോഗ്യത എന്തൊക്കെയാണ്? ഞാൻ പോയിന്റായിട്ട് പറഞ്ഞു നിർത്താം. അതിനെ സമയം നമ്മുടെ മുമ്പിൽ 9-ാം അധ്യായം അതിന്റെ 27-28 വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ വളരെ പെട്ടെന്ന് ശബ്ദം ഉയർത്തി വായിച്ച് സഹായിച്ചാൽ ഉപകാരപ്രദമായിരിക്കും. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 27-28 വാക്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഒരു ആരാധനാ യോഗത്തിൽ ഈ മെസ്സേജിൽ ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷേ എന്നെ ഈ അമേരിക്കയുടെ പ്രദേശത്ത് എന്റെ തമ്പുരാൻ അയച്ചത് നന്മ കൊയ്തുകൊണ്ട് പോകുന്നതല്ല, കർത്താവ് തന്ന ആലോചന പറയാനാണ്. എന്നോട് ബോധപ്പോ കുറച്ചുപേര് പറഞ്ഞു, 2 കാര്യം പാസ്റ്റർ അമേരിക്ക പോയി പ്രസംഗിക്കുന്നത്. ആ 2-നും ഊന്നൽ കൊടുത്തുകൊണ്ട് അത് തന്നെയാണ് ശക്തമായി പ്രസംഗിക്കുന്നത്. 1 വിശുദ്ധി, 2 വേർപാട്. ഇത് 2 ഇല്ലെന്നുണ്ടെങ്കിൽ എത്ര വലിയ പാരമ്പര്യമുള്ള വ്യക്തിയാണെങ്കിലും കൈവിടപ്പെട്ടു പോകും. ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി തീരും. നിന്റെ ഓട്ടവും അധ്വാനവും നീ കാത്തതായ വിശ്വാസവും കാത്തു സൂക്ഷിക്കുവാൻ ഇടയാകട്ടെ.
ദൈവത്തെ മുമ്പേ ഓർമ്മിച്ചു, ഒരു ഷോർട്ട് പീരീഡ് ആണ് ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരു ചുരുങ്ങിയ കാലഘട്ടമാണ് ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നത്. മോശ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നു, മനുഷ്യന്റെ ആയുസ് 70 ഏറെയായാൽ 80. നിങ്ങൾ എന്നെക്കായി വളരെ ബുദ്ധിയുള്ളവരും വളരെ ലോകപരിചയമുള്ളവരുമാണ്. ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ മതി. ഒരു മനുഷ്യൻ 80 വയസ്സ് വരെ ഈ ഭൂമിയിൽ പാർക്കുന്നെങ്കിൽ അവൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന 29,200 ദിനമാണ്. അതിൽ തന്നെ നാം പോലും അറിയാതെ തന്നെ ഏതാണ്ട് 14,600 ദിനങ്ങൾ നാം അറിഞ്ഞോ അറിയാതെയോ നമുക്ക് നഷ്ടമായി ഉറക്കത്തിലൂടെ, മയക്കത്തിലൂടെ, അലസതയിലൂടെ ഒക്കെ പോകുകയാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ചുരുക്കം ചില നാളുകളാണ്. അതിലൊരു 40 വയസ്സ് കഴിഞ്ഞെങ്കിൽ 7,300 ദിനരാത്രങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചുരുങ്ങിയ ഒരു കാലഘട്ടം. ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മളെ പിന്തുടരും. പ്രൈസ് ദി ലോർഡ്. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കും. അപ്പോൾ ഒരിക്കൽ മരിക്കും, അതിനുശേഷം ഒരു ന്യായവിധിയാണ്. ഇവിടെ നമുക്ക് കളിപ്പിക്കും, പാസ്റ്റർമാര് കളിപ്പിക്കും, വിശ്വാസികൾ കളിപ്പിക്കും, സമൂഹം കളിപ്പിക്കും. ഇതൊന്നും ഒരു പക്ഷേ ഉടനെ മറുപടി കിട്ടിയെന്ന് വരികയില്ല. പക്ഷെ പറയുന്ന ഓരോ വാക്കിനും കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം. നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമ്മളെ പിന്തുടരുന്ന ഒരു ദിവസം. നമ്മുടെ പ്രത്യാശത കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണം. എന്റെ വാത്സല്യ സഹോദരങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിക്കട്ടെ, എന്ത് നഷ്ടപ്പെട്ടാലും ഇനിയുമുള്ള ദൈവകൃപ നഷ്ടപ്പെട്ടു പോകരുത്. കൃപ നഷ്ടപ്പെട്ടാൽ സകലതും തീർന്നു. ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. ദൈവം തന്ന ദാനം, സമ്പത്ത്, മക്കൾ, കുടുംബം, ഇതിലൊക്കെ സന്തോഷിക്കാൻ ദൈവത്തിന് നന്ദി പറയാം. ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഒരർഹതയില്ലാതിരുന്നപ്പോൾ ഇത്രത്തോളം കൊണ്ടുവന്നു. പക്ഷേ നീ നടന്നു വന്ന വഴി മറക്കരുത്. അടിമ വീടായ മിസ്രയീമിൽ നിന്നെ കൊണ്ടുവന്ന വിധങ്ങൾ മറന്നു പോകരുത്. പക്ഷെ ആഹാരമില്ലാതെ നമ്മുടെ മാതാപിതാക്കൾ വലഞ്ഞൊരു കാലഘട്ടമുണ്ടായിരുന്നു, വേദനപ്പെട്ടൊരു സമയമുണ്ടായിരുന്നു. ദൈവം അവസ്ഥയ്ക്ക് ഭേദം വരുത്തിയെങ്കിൽ ഇത്രത്തോളം കൊണ്ടുവന്ന നാഥ നിനക്ക് നന്ദി എന്ന് പറയുന്നു. പ്രാർത്ഥനയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർപ്പിക്കാം. ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത്, ഞാൻ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചതാണ്, മുസ്ലിംസ് തിങ്ങിപ്പാർക്കുന്നതായ ഒരു ദേശമാണ് മലപ്പുറം പട്ടണം. ഞങ്ങളുടെ സെൻട്രൽ ഉൾപ്പെട്ടതായ വാളാഞ്ചേരി IPC സഭയിൽ ഇന്നലെ ആരാധന മധ്യത്തിൽ സുവിശേഷ വിരോധികൾ ഇടിച്ചു കയറി കർത്താവിന്റെ തിരുമേശയുടെ ചിത്രം പാത്രങ്ങളെ തട്ടിത്തെറിപ്പിച്ചു. ആ ദൈവഭക്തിനെയും അവിടെയുള്ളതായ വിശ്വാസികളെയും ക്രൂരമായി മർദ്ദിച്ചു. സഹോദരിമാർ വരെ മർദ്ദനമേറ്റ് വളരെ വ്യാകുലപ്പെടുന്നു. ദൈവങ്ങളെ ഓർക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള ഒരു പോർക്കളത്തിലാണ് ഞങ്ങളും നിലനിൽക്കുന്നത്. അനേകരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് അവിടെ നിലനിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ ഒന്ന് നമ്മൾ കാത്തിരിക്കുന്നവരായി. ഇവിടെ നമ്മൾ വായിക്കുന്നു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷമാണ്. കാത്തിരിപ്പ് വലിയ വിഷയമാണ്. കാത്തിരിക്കാൻ ഇന്ന് അനേകർക്ക് കഴിയുകയില്ല. പക്ഷേ കാത്തിരിക്കണം. അപ്പോസ്തലൻ പറയുന്നു, ഒരു കൃഷിക്കാരൻ തന്റെ അധ്വാന ഫലത്തിനായി ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കണം. സ്തോത്രം. കന്യകമാരെ നോക്കിയാൽ നമുക്ക് അറിയുവാൻ സാധിക്കും. ഒരുപോലെ ഒരുങ്ങിയതാണ്, ഒരുപോലെ ഇറങ്ങിയതാണ്. പക്ഷേ കാത്തിരിക്കാൻ, കാത്തിരിപ്പ് ഒരുപോലെ ആയിരുന്നെങ്കിലും അവയിൽ 5 പേരുടെ ഉള്ളിൽ ആത്മാവിന്റെ ഒരു നിറവുണ്ടാവില്ല. അവിടെ ഒന്ന് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്നവരാണ്. 2 കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. പെട്ടെന്ന് ഈ വാക്യങ്ങൾ ആരെങ്കിലും എടുത്ത് പെട്ടെന്ന് വായിച്ച് ഓടിച്ചുകൂടാ. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം. സ്തോത്രം. അപ്പം കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ നാം ക്രിസ്തുവിനുള്ളവരാകണം, നാം ദൈവത്തിനുള്ളവരാകണം. ക്രിസ്തുവുമായി ഒരു ബന്ധമില്ലാതെ ജീവിക്കുന്നവർ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുകയും ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടിരിക്കാം, സ്നാനപ്പെട്ടിരിക്കാം, അഭിഷേകം പ്രാപിച്ചിരിക്കാം. കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെന്നൊന്നുമില്ല. സ്തോത്രം. ക്രിസ്തു നമ്മുടെ ഉള്ളിലാകണം, നാം ക്രിസ്തുവിലാകണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ അതാണ് കർത്താവ്, പരമനാഥനായ കർത്താവ് തന്നെ പറയുന്നത്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിക്കണം. നമ്മൾ ക്രിസ്തുവിൽ വസിക്കണം. എന്നെ വിട്ടിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പൊ ക്രിസ്തുവിലുള്ളവരായി മാറണം. നമ്മൾ യേശു കർത്താവിന്റെ സ്വന്തമാണെങ്കിൽ, ഇന്നലെ രാത്രി നമ്മൾ കേട്ട് നമ്മുടെ കർത്താവിന്റെ സമ്പാദ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സമ്പാദ്യമാണെങ്കിൽ ഈ സമ്പാദ്യത്തെ മറന്നു കളയാൻ അവൻ അനീതിയുള്ളവനല്ല. ഒന്നുകൂടെ തീർത്തു പറയാം, കള്ളൻ വരുന്നത് വിലപ്പെട്ടത് അടിച്ചു മാറ്റാൻ.
നമ്മുടെ വീടിന് വെളിയിലൊക്കെ പഴയ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്, അതൊന്നും അവന് വേണ്ട. അവൻ വിലപ്പെട്ടത്, നമുക്ക് വിലപ്പെട്ടത് നമ്മൾ ഭദ്രമായി സൂക്ഷിക്കുന്നു, അവൻ നമ്മൾ ഭദ്രമായി കരുതുന്നു, കെയർ ചെയ്യുന്നു. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിന് വിലപ്പെട്ടവരാണെങ്കിൽ ഈ വിലപ്പെട്ട സമ്പാദ്യത്തെ ചേർക്കാനാ യേശു തമ്പുരാൻ വരുന്നത്. ഒന്നവന് വേണ്ടി കാത്തിരിക്കുക, രണ്ട് ക്രിസ്തുവിനുള്ളവരായി ജീവിക്കണം. ക്രിസ്തുവിനുള്ളവരായി ജീവിക്കുമ്പോൾ ചിലതിനോട് വിട പറയണം. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദോഷം വിട്ടകലം ഗുണം ചെയ്യും. സ്തോത്രം. നോക്കുക, തിരുവെഴുത്ത് പറയുന്നു, ദോഷം വിട്ടകലം. ദോഷം വെച്ചോണ്ട് ഗുണം ചെയ്യാനല്ല, അശുദ്ധി വെച്ചോണ്ട് സ്തുതി പാടാനല്ല, അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. കാലകാലങ്ങളിൽ സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരാണ് നിങ്ങളൊക്കെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് നീട്ടിച്ചൊല്ലും. അത് വളരെ നല്ലതാണ്, അത് വളരെ ഭയഭക്തിയോടെ ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഞാനും നിങ്ങളും അത് പറയുമ്പോൾ ഓർക്കണം, തമ്പുരാൻ പറയുന്നു, കുഞ്ഞെ നിന്റെ ഹൃദയം വിശുദ്ധമാകട്ടെ. നമ്മളൊരു സ്തോത്രം പറഞ്ഞാൽ വിശുദ്ധിയോടുള്ള സ്തോത്രമാണ്. നമ്മളൊരു ഹല്ലേലൂയ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശുദ്ധിയോടെ ആകട്ടെ. മൂന്നാമത്തെ കാര്യം, ആരാണ് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നത്? ഒന്ന് കാത്തിരിക്കുന്നവർ, രണ്ട് ക്രിസ്തുവിനുള്ളവർ. മൂന്നാമതായി നമ്മൾ കാണുവാൻ സാധിക്കുന്നത് തെസ്സലോനിക്കർക്ക് 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. കർത്താവ് തന്റെ പേര് നാമത്തോട് അറിയാത്തവരെ പറഞ്ഞു, ഇറങ്ങി വരികയും ക്രിസ്തുവിനുള്ളവർ, മുമ്പേ ക്രിസ്തുവിനെ ഉള്ളവർ, ഇവിടെ പറഞ്ഞു ക്രിസ്തുവിനുള്ളവർ. സ്തോത്രം. നമ്മൾ കർത്താവിന്റെ സ്വന്തം, നമ്മളിൽ കർത്താവ് സ്വന്തമായി മാറും. നമ്മൾ കർത്താവിന്റെ വകയാണ്, ക്രിസ്തുവിനുള്ളവരായിരിക്കും. ഈ ക്രിസ്തുവിനുള്ളവരാണ് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. പോകുന്നല്ലോ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. എടുത്തവരുണ്ടെങ്കിൽ അത് പ്രത്യേകത്തിൽ വായിക്കണം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയുമ്പോൾ മരിച്ചടക്കപ്പെട്ട് കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഉയർത്തി നിൽക്കുന്ന ഭക്തരണം, അതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് ആ സെയിം അധ്യായം തന്നെ അതിന്റെ 14-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കാൻ മനസ്സിലാകും. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്ക തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവർ, ക്രിസ്തുവിൽ ഇല്ലാത്തവർ, അവരെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അതാണ് രണ്ടാമത്തെ മരണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് വിശുദ്ധൻ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടും. ഇവിടെയാണ് അതാ പറയുന്നത്, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അവസാന ഭാഗം കൂടെ ഞാൻ വായിച്ചുകൊണ്ട് നിർത്താം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യങ്ങളെ വേഗത്തിൽ ഒന്ന് വായിക്കുന്നു. സ്തോത്രം. അവൻ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരിക്കുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് കല്യാണ സദ്യക്ക് ചെന്നു. വാതിലടക്കുകയും ചെയ്തു. ദൈവമക്കളെ മറന്നു പോകരുത്. കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ നീ എപ്പോഴും ഒരുക്കമുള്ള വ്യക്തിയായിരിക്കും. മലയാളത്തിൽ ഒരു പഴമൊഴിയുണ്ട്, ഒരുവനെ തന്നെ നിരച്ചിരിക്കുകയും വരുന്നതെല്ലാം അവനെന്ന് തോന്നും. എന്റെ യേശുവിനെ മാത്രം നനച്ചിരുന്നാൽ ഓരോ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ എന്റെ പ്രിയന്റെ വരവാണെന്ന് തോന്നും. വേണ്ടമല ഫിലിപ്പോസ് സ്വദേശി എന്ന ഭക്തനായ മനുഷ്യൻ യേശുവിന്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരുന്നപ്പോൾ ആ റബ്ബർ തോട്ടത്തിൽ മരുന്നടിക്കാൻ വന്ന ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോ എന്റെ പ്രിയം വാനിൽ നിന്ന് എഴുന്നള്ളുന്ന മാറ്റൊലി ഞാൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താൻ ദൈവത്തെ പാടി ആരാധിക്കുവാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം കേൾക്കുക, ശ്രദ്ധിക്കുക, അവർ ഒരു നിമിഷം ഒന്ന് ശോധന ചെയ്യുക. എന്റെ യേശുവിന്റെ വരവ് വാതിൽക്കലായിരിക്കും. കർത്താവിന്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകരുത്. ഒരു നിമിഷം കണ്ണുകളെല്ലാം ദൈവസന്നിധാനത്തിൽ
അവൻ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ അവന്റെ വരവിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുക. പക്ഷെ പതറരുത്, നീ പിടിച്ച വിശ്വാസത്തിൽ നിന്ന് പുറപ്പെട്ടു വലിയരുത്. ഏറ്റവും വലിയ നന്മ, ഏറ്റവും വലിയ ശ്രേഷ്ഠത, ഏറ്റവും വലിയ അനുഗ്രഹം രാജവതാധരോടൊപ്പം മണിയറയിലെത്തുക. വലിക്കുന്നതായ ഒത്തിരി ശക്തികൾ ഉണ്ടായേക്കാം. നമ്മളെ മുമ്പോട്ട് വിടാതെ നമ്മളെ വാതിലെത്തുന്നതായ ഒത്തിരി മേഖലകൾ ഉണ്ടായേക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് ആത്മാവ് പറയുകയാ, ഒരുമിനിന്നവർ തലോട് കൂടെ മണിയറയിൽ എടുക്കപ്പെട്ടു, വാതിലടക്കുകയും ചെയ്തു. പിന്നെത്ര നിലവിളിച്ചാൽ, പിന്നെത്ര കൂട്ടിയാൽ, പിന്നെത്ര കരഞ്ഞാൽ ഒരു രക്ഷയുമില്ല. അവൻ പകർച്ചവ്യാധി പടർന്നു പിടിക്കട്ടെ, നീ എന്തിനാ പകർന്നത്? അവൻ നിനക്കൊരു സംരക്ഷകൻ കൂടെയുണ്ട്. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങൾ നടക്കട്ടെ, ജാതിയോട് എതിർക്കട്ടെ, ഭവനത്തിനുള്ളിൽ തന്നെ ചിന്തിപ്പ് നടക്കട്ടെ. പക്ഷേ ഇതല്ല എന്റെ അരുമനാഥന്റെ വരവിന്റെ ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കിക്കോ. പകർന്നത് നീ പിടിച്ച വിശ്വാസം, നീ കാത്തു സൂക്ഷിച്ച പ്രമാണം, വിട്ടൊരു ബന്ധം വേണ്ട. ഇന്ന് പകരക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം. നിന്റെ വരവാണ് എന്റെ ലക്ഷ്യം. കുറുകി നിരക്കുന്ന പ്രാവ് പോലെ കൃപദാസന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവവേദന തയ്യാറാകട്ടെ. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ 5 കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. 1, കാത്തിരിക്കുന്നവർ എടുക്കപ്പെടും. 2, ക്രിസ്തുവിലുള്ളവർ എടുക്കപ്പെടും. 3, ക്രിസ്തുവിന്റെ വകയായിട്ടുള്ളവർ എടുക്കപ്പെടും. 4, വിശുദ്ധന്മാർ എടുക്കപ്പെടും. 5, ഒരുങ്ങി നിൽക്കുന്നവർ എടുക്കപ്പെടും. സമർപ്പണത്തോടെ ഈ നിമിഷം കാഹളം ധ്വനിച്ചാൽ കൈവിടപ്പെട്ടു പോകരുത്. നിത്യത നമ്മുടെ സ്വന്തമാകണം. നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. മുന്നോട്ട് വലിക്കുന്ന എല്ലാ ശക്തികളോടും വിട പറഞ്ഞുകൊണ്ട് അരുമനാഥന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സമയത്ത് ദൈവകൃത്യനും സഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കിൽ വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് യേശുവേ